ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവൻ്റെ അമിത്തു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ പൂരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ചാലിശ്ശേരി പൂരത്തിൻ്റെ, എൻ്റെ വീട് ചാലിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പൂരത്തിന് പോയ വിശേഷങ്ങളൊക്കെ കൂടി ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ആ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോൾ അമ്മ ഇറച്ചി ചിക്കൻ വറുക്കായിരുന്നു, പിന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പം എല്ലാം കഴിച്ചു. ഞാനും പിന്നെ എൻ്റെ ഭർത്താവും കുട്ടികളും കൂടിയിട്ട്, പിന്നെ അമ്മയും പിന്നെ നമ്മുടെ 2 ഫ്രണ്ട്സ് അവിടെ അടുത്തുള്ളവരാണ്, അവർ രണ്ടാളും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഓട്ടോറിക്ഷയിൽ പോയത്. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ വഴിയിലുള്ള ഇതൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഞാനിങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല നേരം വഴുകി. ഞങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ നേരം വഴുകി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട്, അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ണിയപ്പം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താ അപ്പോൾ ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് എടുത്തത്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയി. ചാലിശ്ശേരി സെൻറ്റർ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വണ്ടി എവിടെ ഇടാനായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ പിന്നെ പേ പാർക്കിംഗ് ഉണ്ടായിരുന്നു, നമുക്കവിടെ പൈസ കൊടുത്തിട്ട് പാർക്ക് ചെയ്യാം. ഓട്ടോറിക്ഷയ്ക്ക് 50 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ട് അവിടെ പാർക്ക് ചെയ്തു. അതാകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. എന്താ വെച്ചാൽ വണ്ടി അവിടെ തന്നെ ഉണ്ടാവും, പിന്നെ അതിലുള്ളതൊന്നും പോവുകയും ചെയ്യില്ല. നമ്മളവിടെ പാർക്ക് ചെയ്തു, ക്യാഷ് കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ ഈ റെസിപ്റ്റ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ അങ്ങോട്ട് നടക്കണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടിയൊന്നും പോവില്ല, അത്രയ്ക്ക് ബ്ലോക്കാണ്. അങ്ങനെ നേരെ നടന്നു. പിന്നെ അവിടെ പൂരപ്പറമ്പിലൊക്കെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ മരണക്കിണർ അതില്ലേ, ആ വഞ്ചി, പിന്നെ ഊഞ്ഞാൽ, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ചാലിശ്ശേരി പൂരം എന്ന് പറയുമ്പോൾ തന്നെ അതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങോട്ട് പോയപ്പോൾ ആകെ ഷോക്കായി, കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സംഭവങ്ങളും പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അതിനൊന്നുള്ള സാങ്ഷൻ കിട്ടിയില്ല എന്നാണ് അറിഞ്ഞത്. പോലീസിൻ്റെ കയ്യിൽ നിന്നുള്ള സാങ്ഷൻ അവർക്ക് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കത് വളരെയധികം വിഷമമായി. കാരണം ഞാൻ കയറില്ല, കഴിഞ്ഞ കൊല്ലം വരെയൊക്കെ ഞാൻ കയറിയിട്ടാണ്. പക്ഷേ എനിക്ക് നല്ല പേടിയാണ്. വഞ്ചിയിലൊക്കെ കയറിയിട്ട് അയ്യോ ചീറി പൊളിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അതുപോലെ ഇവിടെ തൃത്താല ഫെസ്റ്റിന് ഞാൻ ഊഞ്ഞാലിലും കയറി, ഛർദ്ദിക്കാനൊക്കെ ആകെ വന്നിട്ട്. അതുകൊണ്ട് ഞാൻ കയറില്ല എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് മരണക്കിണറിൽ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഫസ്റ്റിന് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്, ഫസ്റ്റ് കയ്യിലൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മക്കളെ ആ ട്രെയിനിൽ കയറ്റണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു സാധനം അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണാവോ സാങ്ഷൻ കിട്ടാഞ്ഞെന്ന് അറിയില്ല. പക്ഷേ പാവങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ വെയിൽ കൊണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അവർക്കത് സാങ്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം അതെന്ന് പറയുമ്പോൾ അതിൽ കയറിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ചീറണ സൗണ്ടല്ലോ, അതൊരു പൂരത്തിൻ്റെ ഒരു വൈബാണത്, അതിങ്ങനെ കേൾക്കണത്. എന്നിട്ട് എൻ്റെ അനിയത്തി വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാനും പുലർച്ചെ 2 മണിക്കൊക്കെ പോയത്. ഞാൻ വിചാരിച്ചു പുലർച്ചെ ആയതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചതാണ് എന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് 7 മണിക്കാണ് പോയത്, 7 മണിക്ക് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സാധനം, എന്താ പറയുക, മൈലാഞ്ചിയില്ലേ, ആ കയ്യുമ്പോൾ ഇങ്ങനെ അടിക്കണത്, അത് ഇടണം എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഇടുമ്പോൾ ആരും വീഡിയോ എടുത്തില്ല, കാരണം ഞാനല്ല വീഡിയോ എടുക്കുന്ന ആൾ. അപ്പോൾ ആരും എടുത്തില്ല. അപ്പോൾ ഇതിപ്പോൾ മോളിടുകയാണ് കേട്ടോ. പിന്നെ കണ്ടപ്പോൾ അവൾക്കും തോന്നി. അപ്പോൾ ഞാൻ വിടാൻ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കഴിഞ്ഞിട്ട് ഡാൻസ് ഉണ്ട്. പൂരം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് എൻ്റെ ഡാൻസാണ്, അതിൻ്റെ വീഡിയോ ഇടണ്ട കേട്ടോ. അപ്പോൾ അതിനും കൂടി ആയിട്ടാണ് ഞാൻ കയ്യിലിട്ടത് കേട്ടോ. ഞാൻ സാധാരണ ഇടാറില്ല, പക്ഷേ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാൻ ഇടുമ്പോൾ വീഡിയോ എടുക്കാത്തതുകൊണ്ട് മോളിടുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാൽ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കൈമട്ട് എൻ്റെ ഫോട്ടോയിൽ കാണിക്കാം. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് നോക്കണം, രസമല്ലേ. നമ്മളിത് ഇങ്ങനെ ചെറുതാക്കിയിട്ട് അതിങ്ങനെ ഇട്ട് കുറേ നേരം പിടിച്ച് എത്ര സമയം നമ്മുടെ പോവും. ഇതാവുമ്പോൾ വളരെ പെട്ടെന്ന് തീർന്നു, പക്ഷെ വളരെ പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ടും കൂടിയാണ് ഞാനിത് ഇടാനുള്ള കാരണം. എൻ്റെ കൈ എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചിട്ടുണ്ട്, കാരണം ആരും വീഡിയോ എടുത്തില്ല, എന്താ ചെയ്യുക. പിന്നെ ഈ കണ്ണ് കാണാത്തൊരു പാട്ട് പാടണതില്ലേ, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പൈസ ഇട്ടു കേട്ടോ. പാവം തോന്നി. അത് കുറേ സ്ഥലങ്ങളിൽ അവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
പിന്നെ ഞാൻ കൈ നിറയെ വള ഞാൻ ഇടണമെന്ന് വെച്ചിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ പിന്നെ ഡാൻസിന് ഈ കളറാണെന്ന് പറഞ്ഞപ്പോൾ ആ കളറുള്ള വള ഞാൻ ബ്ലാക്ക് ഇടാമെന്ന് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതാണ് കോസ്റ്റ്യൂമിൻ്റെ കളറ് പറഞ്ഞപ്പോൾ ഇട്ടു. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ഇങ്ങോട്ട് പോകുന്നു, ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ളതാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം മറ്റേ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മണ്ണാന്തറല്ലേ, അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ എണീച്ചത് 11 മണിക്കാണ്. അതുകൊണ്ട് എനിക്ക് അത് എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലത്തെ ചേച്ചിയോടാണ് വാട്സപ്പിലൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ചിക്കൻ വറുത്തതുണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, സ്രാവ് കറി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, സ്രാവ് വറുത്തതുണ്ടായിരുന്നു, പിന്നെ പപ്പടം, ഉപ്പേരി, ഇത്രയും സാധനങ്ങളായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നു. രാജേഷ് ചേട്ടൻ ഫുഡ് കഴിക്കാൻ വന്നു. പിന്നെ അവർക്ക് സ്കൂൾ ട്രിപ്പ് ഉണ്ടായിരുന്നു. അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നിട്ട് ഒരു 4 മണിക്ക് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3-4 ടീമുണ്ട്. അതിൽ പ്രധാന ടീം എന്ന് പറയുന്നത് പടിഞ്ഞാറ് മുക്കാണ്. എന്നുവെച്ചാൽ അവരാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കൊണ്ടുവരാറുള്ള എല്ലാ കൊല്ലം അവർ ഈ ആനേനെ കൊണ്ടുവരും. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അവർ നല്ല ലേലത്തൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, 13 ലക്ഷത്തിനൊക്കെയാണ്. പിന്നെ എന്താ ചീരംകുളം പൂരത്തിന് അതിലും കൂടുതലായിട്ട് വേറൊരു ആനയുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവർ അത്രയും എമൗണ്ടിനാണ് രാമനെ കൊണ്ടുവരുന്നത്. അതെല്ലാ കൊല്ലം ഇവർ മുടങ്ങാതെ കൊണ്ടുവരും. ഇപ്പോൾ ഈ കാണുന്നത് രാമനാട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ രാമൻ്റെ പിന്നാലെ അങ്ങനെ പോന്നു, ഇവരുടെ ഈ ടീമിൻ്റെ പിന്നാലെ പോന്നു. 4 മണിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊരു വെയിലായിരുന്നേ, അത്ര വെയിൽ. അപ്പം ഞാൻ അങ്ങനെ തോന്നി, ഈശ്വര ഈ വെയിലത്തൊക്കെ അല്ലേ വിറ്റ് നിൽക്കണത്, പിന്നെ വിറ്റ് ഓടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലേ, അത്ര വെയിലാണ്. അങ്ങനെ അത്ര എന്താ വെച്ചാൽ ഇവിടെ രാമൻ, അപ്പുറത്ത് എന്താ കുഞ്ചോ എന്ന് പറഞ്ഞിട്ടൊരു ആന, അങ്ങനെ രണ്ടിൻ്റെ ഇടയിൽ പെട്ടു. നിറയെ പോലീസുകാരും. രാമനെ കണ്ടപ്പോൾ നിറയെ ജനങ്ങൾ ആ ഭാഗത്ത്, ആകെ ജനങ്ങളായി. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. എന്നിട്ട് ഞങ്ങൾ മെല്ലെ വണ്ടിയോട് പോയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോന്നിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞങ്ങളതിന് മണ്ണുപാടം എന്നാണ് പറയുക. പണ്ടാകെ മണ്ണിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ പക്ഷേ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അവിടെ വീടുകളൊക്കെ വന്നു. പണ്ടൊരു ചെറിയൊരു ഇടപെടിയായിരുന്നു. എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലേക്കൊക്കെ പോയിരുന്നത് അവിടെയായിരുന്നു. എൻ്റെ അമ്മയുടെ വീട് ആലിക്കരയാണ്, എന്നുവെച്ചാൽ ചാലിശ്ശേരി അമ്പലത്തിൻ്റെ അപ്പുറത്ത്. അമ്മ സ്കൂളിൽ പഠിച്ചത് ചാലിശ്ശേരി സ്കൂളിൽ. അപ്പോൾ അവിടെ നിന്ന് നടന്ന് വരുമ്പോഴുള്ള ഷോർട്ട് കട്ട് വഴിയാണത്. അപ്പോൾ നമ്മളവിടെ നിന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ നടന്നിട്ട് പോവാ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ശരിക്കും നമുക്ക് ഇവിടെ നിന്നിട്ട് എന്നാൽ രാമനെ ശരിക്കും അങ്ങോട്ട് കാണാം, എന്നിട്ട് നമുക്ക് പോവാ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മണ്ണുപാടത്ത് കൂടെ അങ്ങനെ കയറി നമ്മൾ അമ്പലം ടച്ച് ചെയ്ത് പൂരപ്പറമ്പിൽ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് തിന്നിട്ട് നേരെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ മാമൻ്റെ വീട്. അപ്പോൾ മാമൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എനിക്ക് തോന്നി കുഴപ്പമില്ല, എന്നാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അനിയത്തിയുടെ വീട് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ അവളുടെ ഹസ്ബൻഡിൻ്റെ വീടായി. അപ്പോൾ അവൾ പറഞ്ഞിരുന്നു അങ്ങോട്ട് വായോ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഈ തിരക്കൊക്കെ അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ആ തിരക്കൊക്കെ കൂടെ അങ്ങോട്ട് പോകണ്ടേ വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു വേണ്ട നമുക്ക് മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ അമ്മമ്മയുണ്ട്. ശരി, അമ്മമ്മനെ കണ്ടിട്ടും കുറേ ആയിരിക്കണു. അപ്പോൾ നമുക്കന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നു. കണ്ട വെയിൽ നോക്കി അത്ര വെയിലാണ്, കത്തണ വെയിൽ. അതാണ് ഞാൻ എടുക്കണതിലൊക്കെ സൂര്യൻ്റെ അതാണ് കേട്ടോ, കണ്ടില്ലേ ആ നിഴല് പോലെ. അപ്പോൾ നമ്മൾ രാമനെ ശരിക്ക് കണ്ടു, വീഡിയോ എടുത്തു, കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ വരുന്ന വഴിക്ക് അച്ഛൻ്റെ ഒരു അനിയനെ കണ്ടു. അവരെ വീട് ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾക്ക് സംഭാരമൊക്കെ മേടിച്ചു തന്നു കേട്ടോ. കുടിച്ചു എല്ലാവരും കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചു തന്നു. അപ്പോൾ അത് കുടിച്ചു. പിന്നെ അവിടെ പോലീസ് മുക്കുന്ന 2 ആന ഉണ്ടായിരുന്നു. അതാ ടീമാണ് കേട്ടോ വരുന്നത്. അവരുടെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. പിന്നെ അവിടെ നിന്ന് ഇനി കുറേ പേരുണ്ട്, കല്ലുംപുറമൊക്കെ ആ ഭാഗത്തു നിന്നാണ് വരിക. അപ്പോൾ പിന്നെ ഞാൻ അമ്മോട് പറഞ്ഞു ഇനി മതി, നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അമിത് ഇത് കൊട്ട് കണ്ടിട്ട് ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ. കർണാടക വെച്ച് നല്ല അടിപൊളി ഡാൻസായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു അമ്പലത്തിൽ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മണ്ണിട്ട റോഡ്, പിന്നെ 2 പാടം, പിന്നെ നേരെ നമ്മൾ പോണത് താഴത്തുള്ള ദേവീക്ഷേത്രം. പിന്നെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ നടക്കുക. പിന്നെ അവിടെ അമ്പലം. അപ്പോൾ നമുക്ക് മറ്റേത് കണ്ടു, ദേവസ്വത്തിൻ്റെ ആന ഉണ്ടാവുമല്ലോ, അവരുടെ
ഇതൊക്കെ കണ്ടു, കൊട്ടു ഇതൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന സ്ഥലങ്ങളുണ്ടായിരുന്നില്ല, ഭയങ്കര ഉറുമ്പായിരുന്നു. നമ്മളങ്ങനെ കയറി വന്നപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തെത്താനായപ്പോൾ ഒരു വീട് കണ്ടു. ഞാൻ ആ വീട് കണ്ടിട്ട് കുറേ നേരം നോക്കി നിന്ന്. നല്ല ഭംഗിയുള്ള വീടിൽ എന്ത് രസമാണ് ഈ വരിക്കാശ്ശേരി മനക്ക പോലെ നല്ല ഭംഗിയുള്ളൊരു വീട് കണ്ടിട്ട് ഞാൻ ആ വീട് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അവിടെ നിന്ന് ഞാൻ അമ്മോട് ഇങ്ങനെ പറയേണ്ടി എന്ത് രസമല്ല വീട് വീട് എന്നിങ്ങനെ പറയണ്ട. അമ്മ പറഞ്ഞു അതിൻ്റെ അപ്പുറത്തുള്ള കുഞ്ഞു വീടാണ് എനിക്കിഷ്ടമായത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ വീട് രസമൊക്കെ ഉണ്ട്, പക്ഷെ ആ വീട് ഒരു പ്രത്യേക ഭംഗി. മറ്റേ കല്ലില്ലേ, നമ്മുടെ ആ ചതുരത്തിലുള്ള കല്ല്, ആ കല്ല് മാത്രം വെച്ചിട്ടുണ്ടാക്കിയ നല്ല രസമുള്ളൊരു വീട്. ഇതാണ് കേട്ടോ ആ വഴി, ആ വന്ന വഴി അതൊക്കെയാണ്. പിന്നെ അങ്ങനെ മേലെ കയറി അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് തൊഴുതു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ കയറുക. അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു. ഐസ്ക്രീമൊക്കെ വാങ്ങി നിന്നു. പിന്നെ ഉള്ളിൽ മറ്റേ ആന പോണതൊക്കെ കണ്ടു. ദേവസ്വത്തിന് 5 ആന ഉണ്ട്, 5 തന്നെ തോന്നുന്നുണ്ട്. അതിൻ്റെ ഇതൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ താഴത്ത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാമൻ്റെ വീടാണ്. നേരെ നമ്മൾ മാമൻ്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞത്, ഉള്ളിൽ 5 ആനയെന്ന് തോന്നുന്നു. 5 ആനന്നെ തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന സ്ഥലം ശരിയായില്ല, ആകെ പുളിയുറുമ്പായിരുന്നു. കുറേ ഉറുമ്പോളിൻ്റെ കാലുമൊക്കെ ആകെ കയറി. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, ഉമ്മ പോവുക കാലുമൊക്കെ ഇതൊക്കെ അടിക്കുന്നു പറഞ്ഞു. ചെക്കനാണെങ്കിൽ മതിലുമ കയറിയിട്ടൊക്കെ ഇരിക്കണത്. ഈ ആനേനെ അടുത്ത് കണ്ടപ്പോഴേ അവന് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ അവിടെ നിന്ന് എന്തായാലും ശരി, അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ ആന ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ നൈസായിട്ട് അമ്മക്കുട്ടീനെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടാണ് പേടി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. തലേദിവസം രാത്രി പോയപ്പോൾ അമിത്തിൻ്റെ നല്ല പുതിയ ചെരുപ്പ് പൂരപ്പറമ്പിൽ പോയി. ഒരു കാലുമ്പോൾ മാത്രം ചെരുപ്പ്, മറ്റേ കാലുമ്പോൾ ചെരുപ്പ് കാണാനില്ല. ഞാണ്ട് കുറച്ചൊക്കെ പോയി അന്വേഷിച്ചു, പക്ഷേ എങ്ങനെ കിട്ടാൻ ആ തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ ആ ചെരുപ്പ് പോയി. നല്ല ചെരുപ്പായിരുന്നു, നല്ല ക്രോപ്സ്, ഒരു മഞ്ഞ നല്ല. അത് മേടിച്ചിട്ട് ഇപ്പോൾ അത് ഒരു 3 മാസമായിട്ടുണ്ടാവും, അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ അത് പോയി. അപ്പോൾ പിന്നെ ഈ വെയിലത്ത് കൂടെ അവനെങ്ങനെ നടത്തിക്കുക. അപ്പോൾ ഞാൻ എന്നിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ ചെരുപ്പ് കടയാണ്, ചെരുപ്പ് ഉണ്ടാക്കണ കടയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചെരുപ്പ് വാങ്ങി. എന്നിട്ട് അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു കേട്ടോ, ഇനി കാലുമെന്ന് ഇങ്ങനെ എടുത്ത് നടക്കുമ്പോഴാണല്ലോ ചെരുപ്പ് പോവുക. അപ്പോൾ അങ്ങനെ ചെരുപ്പ് പോകുമ്പോൾ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പിന്നെ ഇങ്ങനെ എടുത്ത് നടക്കുമ്പോൾ അവൻ പറഞ്ഞു, അമ്മ പെപ്പ് ഇതാ പോണു പറഞ്ഞു. അപ്പോൾ അപ്പം അതുപോലെ അപ്പോൾ പറഞ്ഞാൽ മതി, നല്ലൊരു ചെരുപ്പ് പോയി. എന്നിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു. ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു, എന്താണ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ആ പൂരപ്പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്ക്, എന്താണ് ഉണ്ണിയുടെ ചെരുപ്പാടോ എടുക്കണ്ടാവും, മഞ്ഞ കളറുള്ള ചെരുപ്പ് പറഞ്ഞു ഞാൻ. നല്ല ചെരുപ്പായിരുന്നു. ഒരു ചവന ഇടാനും അത് സുഖമായിരുന്നു. അത് മോൾക്ക് മേടിച്ചപ്പോൾ അങ്ങനെ എടുത്ത ചെരുപ്പാണ്. ഇത് നേരെ തട്ടാ മാമൻ്റെ വീട്ടിലെത്തി. ഇതാ എൻ്റെ മാമൻ്റെ വീട്, എൻ്റെ മാമൻ, അമ്മായി, ഇത് അമ്മമ്മ. മാമന് 3 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളെ മാരേജ് കഴിഞ്ഞു. അവർക്ക് 2 മൂത്ത ആൾക്ക് 2 ആൺകുട്ടികൾ, രണ്ടാമത്തെ ആൾക്ക് ഒരു പെൺകുട്ടി, പിന്നെ മൂന്നാമത്തത് ഇവള് ശ്രീകുട്ടി. അവൾ കോളേജിൽ പഠിക്കുകയാണ്, ഇവിടെ പട്ടാമ്പി സംസ്കൃത കോളേജിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പനിക്കാരാണ്. അപ്പോൾ നോക്കുമ്പോൾ രണ്ടാമത്തോളം മോളുണ്ടല്ലോ, അത് എൻ്റെ അടുത്തേക്ക് മാത്രം വന്നു, വേറെ ഒരാളുടെ അടുത്തേക്ക് ആ കുട്ടി പോകണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം പിന്നെ അവൾ അമ്മേനേ വേണ്ട. ഞാൻ കുറേ നേരം എടുത്തു തന്നു, കുറേ നേരം. അപ്പം എല്ലാവരും പറഞ്ഞത് എന്തത് പറ്റി, കുട്ടിക്ക് എന്ത് പറ്റി. അതുവരെ ഒരാളുടെ അടുത്തേക്ക് പോകണ്ടായിരുന്നില്ല അത്ര കുട്ടി. അവളുടെ അടുത്തുനിന്ന് തീരെ അങ്ങോട്ട് മാറുണ്ടായിരുന്നില്ല. ഈ മാമൻ്റെ മോളെ മൂത്ത കുട്ടിയാണ്, മൂത്ത കുട്ടിയാണ്. എന്താ പറയുക, അന്ന് ആനകളിലൊക്കെ പേര് പറഞ്ഞിട്ട് അവൻ നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. ഏത് ആനയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്താലും അവൻ പറയും ഏതാണ് ഈ ആന എന്നുള്ളത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ യൂട്യൂബിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങളിവിടെ നിന്നിട്ട് കുറേ ആനപ്പൂരം കണ്ടു. ഒരു 4 ആനയുടെ പൂരം കണ്ടു. പിന്നെ 2 ശിങ്കാരിമേളം കണ്ടു. പിന്നെ മറ്റേ ആ വേഷം കെട്ടിയിട്ടുള്ളതില്ലേ, അതൊക്കെ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂര തല്ലും കണ്ടു, നല്ലൊരു അടിപൊളി തല്ല്. എന്തൊരു തല്ലായിരുന്നേ, തല്ല് കൂടിയിട്ടേ ഇവർ ഞങ്ങളുടെ മതിലിൻ്റെ മുകളിലേക്കൊക്കെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഗേറ്റൊക്കെ അടച്ചിട്ട് വേഗം ഉള്ളിലേക്ക് പോന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ വേഗം ടെറസിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ശ്രീകുട്ടി പറഞ്ഞു, ചേച്ചി നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിന്ന് പോയി എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം അതിൻ്റെ മുകളിൽ കയറിയിട്ട് കുറേ വീഡിയോ എടുത്തു. നല്ല പൊരിഞ്ഞ തല്ലായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ആന, തല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ആന വരുന്നുണ്ടായിരുന്നു. അപ്പം ആ ചെക്കൻ ആന വരണ്ടേ പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അതിൽ വേറെ തല്ലി. ഞാൻ വിചാരിച്ചു ആന അതിൻ്റെ ഉടനെ എല്ലാം കൂടിയിട്ട് പറ്റില്ല, എന്നെ ചവിട്ടി കൂട്ടുന്നു. അങ്ങനെ തല്ലി.
എന്തിനാ തല്ലെന്ന് അറിയില്ല. അതുകൊണ്ട് അവസാനം പോയപ്പോൾ അതിൽ ഏതൊരു ചെക്കൻ്റെ മുണ്ടൊക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ പാൻറ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനറിയാം തല്ലുണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ അവൻ്റെ മുണ്ടൊക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു, അവശിഷ്ടം, തല്ലിൻ്റെ അവശിഷ്ടമായിട്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കൊട്ടണ ഏതൊരു ചെങ്ങായി വന്നിട്ട് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു അവിടെ വീട്ടിൽ വന്നിട്ട്. കാരണം എന്താണ് പിറ്റേടെ തല്ലൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇനിയിപ്പോൾ നമുക്ക് പോയി കൊട്ടാന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ട്. വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ആൾ പോയി. അങ്ങനെ പൊരിഞ്ഞതല്ലായിരുന്നു. പോലീസ് അവിടെ നിന്ന് ഒരു ഭാഗത്തുനിന്ന് ലാത്തി വീശുന്നു, പോലീസ് ഓടുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടോ തല്ല് കൊടുക്കുമ്പോഴേക്ക് പോലീസ് എത്തിയാൽ വിചാരിച്ച്. പക്ഷെ കാര്യമൊന്നുമില്ല. അപ്പോൾ അപ്പുറത്ത് സൈഡിൽ തല്ലേ, പിന്നെ അവിടെ നിന്ന് കുറച്ചെണ്ണത്തിന് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇവിടെ തല്ലേ. പക്ഷെ എന്നാലും വലിയ രീതിക്ക് പോയില്ല. പോലീസ് വെച്ചാൽ ഓരോ കൂട്ടത്തിൻ്റെയും കൂടെ 2 പോലീസ് വീതം ഉണ്ട്. എല്ലാ ടീമിൻ്റെയും കൂടെ ഉണ്ട്, ആനയുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവരിങ്ങനെ ഇതാക്കും. ഞങ്ങളിപ്പോൾ റോട്ടിൽ വന്ന് നിന്നിട്ട് എല്ലാം കാണാം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്താണ്. തല്ലുകാർ വന്നിട്ടില്ല, പെട്ടെന്നുണ്ടായതേ, ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്നുവെച്ചാൽ അവർക്ക് തല്ലുകൂടാൻ വലിയ കാര്യമൊന്നും വേണ്ടല്ലോ. 2 രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിലാണ്, ആ 2 ടീമുകാർ തമ്മിലാണ് തല്ലുണ്ടായത്. തല്ലിൻ്റെ സമയമായില്ലോ, ഇപ്പോൾ വരും അവർ തല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു വിഷയത്തിൽ തുടങ്ങിയിട്ട് എന്തോ ഒരു കാര്യത്തിന് എന്താ സംഭവം എന്ന് ഞങ്ങളവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല എന്തിനാ പോലെ തല്ലുണ്ടാക്കി. 2 ആൾ തമ്മിൽ എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ ആകെ ഓടിയിട്ട് കൂട്ട തല്ലും കണ്ടു. അപ്പം അതിൽ അമിത്തുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് ശിങ്കാരി മേള. അമിത്ത് ഭയങ്കര ഡാൻസായിരുന്നേ. അപ്പം ഞാൻ അവൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത്. നല്ല ഡാൻസായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാം, അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ മോളും ഞാനും മോന് ഞാൻ വാരി കൊടുത്തു. എന്തായാലും നല്ല വിഷയം. അതിൻ്റെ വീഡിയോ ഉണ്ട്, അത് അഭിനയിർത്താണ് ഞാൻ ബിരിയാണി തിന്നണത്. അതിന് ശേഷം എന്താണ് പിന്നെ ഞാൻ ആ കൈ വെച്ചിട്ടാണ് വന്നിട്ട് വീഡിയോ എടുത്തത്. എന്താ വെച്ചാൽ എല്ലാം പോവല്ലേ, അപ്പം ഞാൻ ഒന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ല. പിന്നെ എന്തായാലും ഇനി പൂരപ്പറമ്പിൽ പോകണ്ടാവില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടെ തന്നെ ഞങ്ങളുടെ വീഡിയോ എടുക്കാമെന്ന്. നല്ല തിരക്കല്ലേ, ഇനി ആ തിരക്കിൻ്റെ ഇടയിൽ ഈ ചെക്കനൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും. പിന്നെ അവനെ അവിടെ ആക്കി പോകാമെന്ന് വിചാരിച്ചാൽ അവൻ ഞാനിങ്ങോട്ട് ആ ഫോണ് നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മോട്, നമുക്ക് എന്താണ് ഞാനിവനെ അവിടെ ആക്കിയിട്ട് ഞാനും ശ്രീക്കുട്ടിയൊക്കെ പോയിട്ട് വരാൻ തോന്നുന്നു. അപ്പോൾ നോക്കുമ്പോൾ ആരോമിൽ എന്താണ് ഹരിതയാണ് മൂത്ത മോള്, അവളുടെ കുട്ടി. അപ്പോൾ അവൻ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഈ പിള്ളേരെന്നായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കില്ലേ. അപ്പോൾ ഞാനും ഉണ്ട് പറഞ്ഞിട്ട് അവന് കരച്ചിൽ. അപ്പം ഞാൻ പറഞ്ഞു എന്നാ പോണ്ട, നേരെ വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നടന്ന് ചാലിശ്ശേരി വരെ നടന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടി. പിന്നെ അവിടെ നിന്ന് തീരെ തിരക്കുണ്ടായില്ല കേട്ടോ. നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി. ഇതാട്ടാ ചെറിയ രീതിയിലേക്ക് പടക്കം പൊട്ടുന്നുണ്ട് കണ്ട. ഇതാണ് ഒരു സംഭവമുള്ളൂ. ഞാൻ നീല ഷർട്ടേരും വേറെ ഒരു ടീമും കൂടിയിട്ടായിരുന്നു. പിന്നെ ആ സൈഡിലേക്ക് പോയി അവർ. പിന്നെ ഇങ്ങോട്ടോടും, പിന്നെ കുറച്ച് അങ്ങോട്ടോടും. ഇപ്പം നമ്മൾ വിചാരിച്ചു ശരിയൊക്കെ കോംപ്രമൈസ് ചെയ്തു എന്ന്. പിന്നെ ഒരു തിരക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഓടും, വീണ്ടും തല്ലുവിടും. അപ്പോഴേക്കും പോലീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും. അങ്ങനെ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ വേഷം കെട്ടിയിട്ടുള്ളവരില്ലല്ലേ, ഫുള്ള് ലൈറ്റായിട്ട് വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വിറ്റുള്ള കുറേ തല്ലും, അത് കാണാൻ നല്ല പണിയുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. പിന്നെ ആൾക്കാർ കുറേ അങ്ങോട്ട് പോകണം, കുറേ പേര് ഇങ്ങോട്ട് പോകുന്നുണ്ട്. പൂരമൊക്കെ കഴിഞ്ഞിട്ട് കുറേ പേര് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ആ സമയത്തൊക്കെ കൊണ്ടുപോകണത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 7 മണി 7:30 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുകയാണ്, കഴിയുന്നില്ല. പിന്നെ എന്താണ് അതിനൊപ്പം ആനകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആനകളെ കൊണ്ടുപോകുന്നുണ്ട്, അത് ലോറിയിൽ കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ നടത്തിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആന പോയാൽ തന്നെ ഒരു സമാധാനമല്ലേ. ഞാൻ ആന ഉള്ളതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോകാത്തേക്ക് പേടിയാണ്. ആന ഓടിയാലൊന്ന് പേടി. സംഭവിക്കാൻ ആനനെ ഭയങ്കര ഇഷ്ടമാണ്, രാമനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് മാത്രം കാണാനാണ് ഞാൻ ആ വഴിയിലൊന്ന് പോയി നിന്നത്. എന്നാലും അടുത്തേക്ക് വന്നപ്പോഴേക്ക് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആന എല്ലാം പോയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ പോവാറ്. സാധാരണ ഞങ്ങൾ 1 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ 10 മണിക്ക് അങ്ങനെയൊക്കെ പോയി കാണാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ അങ്ങനെ പോകുകയൊന്നും ചെയ്തില്ല. ആ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ മൂഡ് ഓഫായി. മറ്റേ ആ യന്ത്രവും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിള്ളേരെന്നെ ട്രെയിനിലല്ലേ അതിൽ കയറ്റണമെന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഒരു ഇതുള്ള കാര്യം എന്ന് വെച്ചാൽ ആംബുലൻസ് പോണത് ഒരു 5-6 എണ്ണം പോയി. എന്ത് പോക്കെന്നാ പറയണേ, എന്താണ് ആ സംഭവം.
ചിലപ്പോൾ പൂരപ്പറമ്പിൽ ഇതുപോലെ തല്ലുണ്ടായെന്നറിയാം. ഉണ്ടായി എന്നാണ് അനിയത്തിയുടെ ഹസ്ബൻഡ് പറഞ്ഞത്. അവൻ്റെ ടീം വേറൊരു ടീമായിട്ടൊന്ന് ചെറുതായി തല്ലുണ്ടായി. എന്നിട്ട് പിന്നെ അവൻ്റെ ആ ടീമിൻ്റെ ഷർട്ട് നോക്കിയിട്ട് അവർ വന്ന് തല്ലുക. എന്നിട്ട് അവൻ ഷർട്ടൊക്കെ ഊരി കടയിൽ കയറി ഒരു ടീഷർട്ട് മേടിച്ചിട്ടു. എന്നിട്ട് അത്ര പൂരം കണ്ടത്. കാരണം നോക്കി വെച്ചിട്ട് വന്നിട്ട് അവർ തല്ലുക അത്ര. ഞാൻ അവറ്റെല്ലാം കൊണ്ടുപോകാൻ അറിയില്ല. എന്നിട്ട് അമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്ത് ചെറിപ്പാഞ്ഞിട്ടാണ് പോണത്, അതൊന്നൊന്നല്ലേ 5 6 എണ്ണൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. രാവിലെ തൊട്ട് തുടങ്ങിയാന്നൊക്കെ പറയണ്ടായിരുന്നു അമ്മമ്മ. ഈ സാധനം വന്നു. പക്ഷേ ഈ ആൾക്കാർ കാരണം പിന്നെ ആ ലൈറ്റും കാരണേ ഫോണിൽ എടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് പോയതിന് ശേഷം തോന്നുന്നുണ്ട്. ഇപ്പം നേരത്തെ ഒരു രസലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആണ് തല്ലുണ്ടായത്. ഇവരങ്ങോട്ട് കുറച്ചങ്ങ് കടന്നു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാതെ അവിടെ അടിപൊട്ടി. അടിപൊട്ടുമ്പോൾ അത് കുറേ അങ്ങോട്ട് ഓടും, കുറേ ഇങ്ങോട്ട് ഓടും. കുറേ ഞങ്ങളുടെ മതിലിൻ്റെ മുകളിൽ കയറി നിന്നോട് അതിൻ്റെ താഴത്ത് തീ കത്തിക്കുന്നുണ്ടായിരുന്നു ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും അരുത് വേഗം അതിലൊക്കെ അടച്ചിട്ട് അരുത് അങ്ങോട്ട് ഓടി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ശ്രീകുട്ടി പറഞ്ഞത് മധുരമെന്നേ ഈ താഴത്തേക്ക് വീണ നല്ല രസം ഉണ്ടാവട്ടെ, അവിടെ ഞങ്ങൾ തീ കത്തിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൻ്റെ മേലേക്ക് കയറി നിൽക്കണത്. ഞങ്ങൾ വേഗം കൂടി ടെറസ്മ്മ കയറിയിട്ട് ഞാൻ ഇതെല്ലാം എടുത്തത്. അങ്ങോട്ട് കൂടെ അതിൻ്റെ കൂടെ ഇപ്പം ആന വരും കേട്ടോ. അപ്പോൾ ഒരു തവണ വിളിച്ച് പറയും, ഇതാടെ ആന വരുന്നുണ്ട് പറയുമ്പോഴേക്കും ഇവിടെ അതിലും വലിയതല്ലേ. കുറച്ച് തല്ല് കണ്ടു, കുറച്ച് പൂരം ഇതാ പോണു കുറേ എണ്ണം. അല്ല ഒരുത്തൻ്റെ മുണ്ടൊക്കെ ഉടാണ്ട് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട്, അതാ കിടക്കണ ഒരുത്തൻ്റെ മുണ്ട്, ആ നീല ഷർട്ടൻ്റെ മുണ്ട് താണ്ടില്ല ആന പോണു. ഇതിൻ്റെ ഇടയിൽ വിറ്റ് ഈ തല്ലുണ്ടാക്കണോടോ ആനയുടെ മേത്തെങ്ങാനും പോയി കൊണ്ടുപോയി ഇടിച്ചാലോ ആനയ്ക്ക് ദേഷ്യം വരില്ലേ. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആനക്ക് ഓടണത്. ഇവർ ഈ ആനയുടെ ഇടയിൽ കയറി തല്ലുകൂടിയിട്ടൊക്കെ ആയിരിക്കും. പിന്നെ പോലീസ് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇപ്പം 2 പോലീസായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അങ്ങനെ വീശുണ്ടായിരുന്നു, വടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കയ്യിൽ. പിന്നെ കുറച്ച് നേരം അവർ തല്ലുണ്ടായി. പിന്നെ 1-2 ടീമുകളും കൂടി പോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ നടന്നിട്ട് അങ്ങനെ പോയി. വീട്ടിലേക്ക് വേഗം ഓട്ടോറിക്ഷ കിട്ടി കേട്ടോ. കുറേ പെട്ടെന്ന് കിട്ടി, തീരെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, വേഗം ഓട്ടോറിക്ഷ കിട്ടി. പിന്നെ അങ്ങനെ വീട്ടിലെത്തി മേലൊക്കെ കഴുകി ഫ്രഷായിട്ട് വന്നു. ഞാൻ ചോറൊന്നും അപ്പം തന്നെ തന്നില്ല, കാരണം ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു മാമൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോഴേക്ക് വിശക്കൊന്നും ചെയ്തില്ല. അപ്പോൾ പിന്നെ അനിയത്തി വന്നു. അനിയത്തി ഹസ്ബൻഡും പിന്നെ അവളെ നാത്തൂൻ്റെ കുട്ടിയും പിന്നെ വേറെ ഏതോ അവൻ്റെ തന്നെ മാമൻ്റെ മുകളിലെ കുട്ടിയും കൂടിയിട്ട് ആ 2 പിള്ളേരും ആയിട്ട് അവർ വന്നു. അവർ ഫുഡ് കഴിച്ചു. അപ്പോൾ രാജേഷേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബീഫ് ഉണ്ടെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ പറഞ്ഞിട്ട്, കാരണം അവർക്ക് ചിക്കനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ബീഫ് ഉണ്ട് പറഞ്ഞു. ഞാൻ ബീഫൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവർ ഓൾറെഡി പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, പൊറാട്ടയും ചിക്കൻ കൊണ്ടാട്ടമൊക്കെ. ഞാൻ പറഞ്ഞു അതിങ്ങോട്ട് കൊടുന്നു, ഇവിടെ ബീഫ് ഉണ്ട് പറഞ്ഞു. അത് ഞാൻ തിന്നോണ്ട് പറഞ്ഞു. പിന്നെ അവരൊരു 11:30 ആകുമ്പോൾ അവർ വന്നു. ഈ ഏട്ടനായിട്ട് വെള്ളം കുടിച്ച് പോയത് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വെള്ളമൊക്കെ ചോദിച്ച് കുടിച്ചിട്ട് പോയിന്ന്. അതായിട്ടനാ. പിന്നെ രാജേഷ് ഏട്ടൻ വന്നിട്ട് അവർ ഫുഡ് കഴിച്ചു. അതിനുശേഷം പിന്നെ നിമിഷ ഹസ്ബൻഡ് അവരൊക്കെ പോയി. പിന്നെ രാജേഷ് ഏട്ടൻ ഫുഡ് കഴിച്ചിട്ട് പോയി. പിന്നെ അനിയൻ വന്നു, അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചോറ് വേണം പറഞ്ഞിട്ട്. അല്ലെ അമ്മ ചോറിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുമെന്ന് പേടിച്ചിട്ടൊന്നും. അവൻ വിളിച്ചിട്ട് എനിക്ക് ചോറ് വേണം കേട്ടോ പറഞ്ഞു. അപ്പം പറഞ്ഞു ഇവിടെ ഉണ്ട് ചോറൊക്കെ വേണമെങ്കിൽ വന്ന് തിന്നോ പറഞ്ഞു. അങ്ങനെ അവൻ വന്ന് കഴിച്ചു. ഞാനപ്പോൾ അവർ കൊടുന്ന പൊറാട്ടയും ചിക്കൻ കൊണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ 12 മണിക്ക് ശേഷമാണ് എനിക്ക് വിശപ്പ് വന്നത്. അപ്പം ഞാനത് കഴിച്ചു. ചെക്കനും കൊടുത്തു. ചെക്കനും മോളും പൊറാട്ട തിന്നു. അവരൊക്കെ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഒരെണ്ണത്തിനും ചോറ് വേണ്ട. അപ്പോൾ പിന്നെ സ്രാവ് വറുത്തതും പിന്നെന്താ ചിക്കൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചത്. എനിക്ക് ബീഫ് ഇഷ്ടമല്ല. അത് കണ്ടില്ല, ആനനെ കൊണ്ടുപോകണു. ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ട് ആനകളൊക്കെ പോവാണ്. വെടിക്കെട്ട് ഒന്നും ഉണ്ടായില്ല കേട്ടോ. എന്താണാവോ വെടിക്കെട്ട് എന്താ ഉണ്ടാവുകയെന്ന് ചോദിച്ചപ്പോൾ വെടിക്കെട്ട് നടത്തണ ഭാഗത്തൊരു വീടുണ്ട് അത്ര. ആ വീട്ടുകാർ കേസ് കൊടുത്തു. വെടിക്കെട്ടുണ്ടെങ്കിൽ അവരെ ഭയങ്കര സൗണ്ടാണ്, പിന്നെ അവരുടെ വീട് പൊളിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുത്തിട്ട് ഇപ്രാവശ്യം ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല, ഇപ്രാവശ്യം ഉണ്ടായില്ല. എന്നിട്ട് അമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വെടിക്കെട്ട് നടത്തണോടത്താണ് ഇവരൊക്കെ വീടും ഉണ്ടാക്കിയ ഇവർ കാരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായില്ല. പിന്നെ മറ്റേ കുന്തനാടങ്ങളില്ലേ,
ഇതൊക്കെ ആ യന്ത്രൂഞ്ഞാലൊക്കെ നോക്കിയൊക്കെ ആ വണ്ടി പോണതിൻ്റെ മുന്നിൽ നിന്നിട്ട് അവന്മാരുടെ ഒരു ഡാൻസ് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടും. അതുകൊണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാജേഷേട്ടൻ പോയിട്ടോ. അവർ രാത്രി ഒന്നും അവിടെ നിൽക്കാറൊന്നുമില്ല, അവർ പോയി. പിന്നെ ഞങ്ങളങ്ങനെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഡാൻസിൻ്റെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ചയായിരുന്നു പൂരം, ഞാൻ ഞായറാഴ്ച തന്നെ പോന്നു. തിങ്കളാഴ്ചയായിരുന്നു എൻ്റെ ഡാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഞായറാഴ്ച തന്നെ പോന്നു. കുറച്ച് ദിവസം ഒന്നും നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ചൊവ്വാഴ്ച അവിടെ കുളത്താണി പൂരമുണ്ട്, ചെറിയൊരു അമ്പലത്തിലത്തെ പൂരം, അത് അടിപൊളി പൂരമാണ്. അതിനൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല ഡാൻസിലുണ്ട്. അങ്ങനെ അത്രേ ഉള്ളൂ വീഡിയോ. പ്രത്യേകിച്ചൊന്നും പൂരപ്പറമ്പിലുള്ളതൊന്നുമില്ല, കാരണം ഞാൻ പൂരപ്പറമ്പിലേക്ക് പോയില്ല. ഒന്നാമത് പിള്ളേരെന്നെ കേട്ട് പോകാനേ പറ്റില്ല, നല്ല തിരക്കായിരിക്കില്ലേ. ഇവനെടുക്കന്നെ വേണ്ടി വരും. രാജേശ്വരാണെങ്കിൽ സുഖമാണ്, അവനെടുക്കും. അപ്പം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മാമിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പൂരം കണ്ടു, പിന്നെ നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. അത്രേനെ ഉണ്ടായുള്ളൂ. ഇനി എൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഇടാട്ടോ. അത് കുറേ കാലത്ത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ചിലങ്കൊക്കെ കെട്ടിയിട്ടൊരു അമ്പലത്തിൽ കളിക്കണം എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് പഠിച്ച് ഞങ്ങൾ കളിച്ചു. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വേഗം ഇടാം. അപ്പോൾ പിന്നെ എന്തായാലും ഇതെടുത്തതല്ലേ വിചാരിച്ചിട്ടാണ്, അപ്പോൾ പിന്നെ ഇതൊരു ഓർമ്മ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇത് ഇട്ടത്. ഇതങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറിയതാണ്. അപ്പോൾ ഒരു ജസ്റ്റ് മടക്ക യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ അങ്ങനെ വെറുതെ ഒന്ന് എടുത്തുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് പൂരപ്പറമ്പിലെ വിശേഷങ്ങളൊന്നുമില്ല. എൻ്റെ കുറച്ച് ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങളങ്ങനെ പോവാറില്ല പറമ്പിക്ക്. ഇതുപോലെ മാമിൻ്റെ വീട്ടിൽ പോയിരിക്കും, അവിടെ നിന്ന് വർത്താനം പറയും, അവിടെ നിന്ന് വല്ലതും പോണത് കാണും, അത്ര തന്നെ. എല്ലാവർക്കും ബൈ.